വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ശ്ലോകം 8. ഹരേ കൃഷ്ണ. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 8. അസത്യമപ്രതിഷ്ഠാന്തേ അസത്യമപ്രതിഷ്ഠാന്തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിം മന്യത് കാമഹൈതുകം. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിം അന്യത് 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 കാമഹൈതുകം. ഹരേ കൃഷ്ണ. ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിന് നിയന്താവായി ഒരു ഈശ്വരനില്ലെന്നും അവർ പറയുന്നു. ലൈംഗികാഭിലാഷം മാത്രമാണ് ഇതിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. ഭാവാർത്ഥം. പ്രഭുപാദ് ടീച്ചർ. ആസുര സ്വഭാവികൾ പ്രപഞ്ചത്തെ ഒരു മായക്കാഴ്ച എന്ന് കരുതുന്നു. കാരണമോ കാര്യമോ നിയന്താവോ ഉദ്ദേശ്യമോ അതിനില്ല. എല്ലാം മിഥ്യയാണ്. യാദൃശികമായ ഭൗതിക കർമ്മങ്ങളുടെയും അവയുടെ പ്രതികരണങ്ങളുടെയും ഫലമായി വിശ്വാവിഷ്കാരം ഉണ്ടാകുന്നു. ഈശ്വരൻ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചതല്ല ഇത് എന്നും അവർ കരുതുന്നു. അവർക്ക് അവരുടേതായ തത്വശാസ്ത്രങ്ങളാണുള്ളത്. പ്രപഞ്ചം തനിയെ അങ്ങുളവായി എന്നല്ലാതെ അതിൻ്റെ ഉത്ഭവത്തിന് പിറകിൽ ഒരു ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കാനും അവർ കാരണം കാണുന്നില്ല. ജഡപദാർത്ഥത്തിനും ജീവനും തമ്മിൽ വ്യത്യാസമില്ല. അവരുടെ ദൃഷ്ടിയിൽ പരമാത്മാവിനെ അവർ അംഗീകരിക്കുന്നുമില്ല. എല്ലാ ജഡപദാർത്ഥം തന്നെ ബ്രഹ്മാണ്ടമാകെ ഒരു അജ്ഞാനഗോളമത്രേ. സർവം ശൂന്യം. ആവിഷ്കാരങ്ങളെല്ലാം നമ്മുടെ വീക്ഷണത്തിൽ അന്തർഭൂതമായ അജ്ഞാനത്തിൻ്റെ സൃഷ്ടികൾ. വിഭിന്ന ആവിഷ്കാരങ്ങൾ അത്രയും ആ അജ്ഞാനത്തിൻ്റെ പ്രദർശനങ്ങൾ തന്നെയെന്നവർ ഉറയ്ക്കുന്നു. വാസ്തവത്തിൽ ഇല്ലാത്ത പലതിനെയും സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് പോലെയാണിത്. ഉണരുമ്പോൾ മാത്രമാണ് അവ അയഥാർത്ഥങ്ങളാണെന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ജീവിതം ഒരു സ്വപ്നമാണെന്ന് അസുരന്മാർ പറയുമെങ്കിലും ആ സ്വപ്നത്തെ ആസ്വദിക്കാനുള്ള കഴിവ് അവർക്ക് വേണ്ടത്രയുണ്ട്. അങ്ങനെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പകരം അവർ സ്വപ്നലോകത്തിൽ അധികം കുടുങ്ങി പോകുന്നു. ഒരു കുട്ടി ജനിക്കുന്നത് സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്ന് മാത്രമാണെന്നതുപോലെ ആത്മാവിനെ കൂടാതെയാണ് ഈ പ്രപഞ്ചം പ്രത്യക്ഷമായതെന്ന് അവർ അനുമാനിക്കുന്നു. ഭൗതിക പദാർത്ഥത്തിൻ്റെ ഒരു സമ്മിശ്രണത്തിൽ നിന്ന് ജീവന്റെ ഉൽപ്പത്തി ആത്മാവിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. അനേകം ജീവികൾ വിയർപ്പിൽ നിന്നുണ്ടാകുന്നു. മരിച്ച ശരീരത്തിൽ നിന്നും
കാരണം കൂടാതെ ജീവികൾ ഉണ്ടായി കാണാറുണ്ട്. വിശ്വാവിഷ്കാരത്തിലും അങ്ങനെ തന്നെ ഭൗതിക പദാർത്ഥങ്ങളുടെ സമ്മിശ്രണ വൈവിധ്യത്താൽ ജീവികളെല്ലാം പിറന്നുകൊണ്ടിരിക്കുന്നു. ഭൗതിക പ്രകൃതിയിലല്ലാതെ ഈ വിശ്വസർഗത്തിന് മറ്റൊരു കാരണമില്ല. ഇതൊക്കെയാണ് അക്കൂട്ടരുടെ വിശ്വാസം. മയാധ്യക്ഷണ പ്രകൃതി സൂയതേ സചരാചരം, ഈ ഭൗതിക ലോകമെല്ലാം എൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ വചനങ്ങളെ അവർ വിശ്വസിക്കുന്നില്ല. ആസുര സ്വഭാവികൾക്ക് പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി പൂർണ്ണമായ അറിവ് ഇല്ലെന്ന് തന്നെ പറയാം. ഓരോരുത്തർക്കും തൻ്റേതായ ഒരു സിദ്ധാന്തമാണുള്ളത്. അവരുടെ ദൃഷ്ടിയിൽ ധർമ്മശാസ്ത്രങ്ങളുടെ ഭാഷ്യങ്ങളെല്ലാം മെച്ചപ്പെട്ടവ തന്നെ. ധർമ്മഗ്രന്ഥങ്ങളുടെ അനുശാസനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. ഓം അജ്ഞാനത്തിമിരം ദൃശ്യ അജ്ഞാനാഞ്ജനാശലാഖയ ചക്ഷുരന്മേലസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമനെ നമസ്തേ സരസ്വതി ദേവി ഗൗരി വാണി പ്രചാരൻ निर्विशेष शुरुआती पाश्चात्य देशकारण जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवाचार्य गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे कृष्ण. ഇവിടെ 16-ാമത്തെ അധ്യായത്തിൽ ദേവാസുരഭാവങ്ങൾ, ദേവന്മാരുടെയും അസുരന്മാരുടെയും ഭാവങ്ങളാണ് ഭഗവാൻ ഇവിടെ വിവരിക്കുന്നത്. ആദ്യത്തെ 1-2 ശ്ലോകമുണ്ട്. ദേവന്മാരുടെ സ്വഭാവവും ഭാവങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കുറേ ശ്ലോകങ്ങളിൽ മുഴുവൻ വിശദീകരിക്കുന്ന ആരെക്കുറിച്ചിട്ടാണ്? അസുരന്മാരെ കുറിച്ചിട്ടാണ്, നമ്മളെ കുറിച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ അത്രയും പറയാനുണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് നീണ്ട കിടക്കുക നമ്മുടെ സ്വഭാവ വിശേഷങ്ങൾ. അതിങ്ങനെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ നൂറ്റാണ്ടിൽ വളരെയധികം നമുക്ക് കാണാൻ പറ്റുന്ന, നേരിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? 5000 കൊല്ലം മുമ്പ്. ഹരേ കൃഷ്ണ. ശൗചം ചാചരോ സത്യം തേഷു വിദ്യതേ. അത് കഴിഞ്ഞ ശ്ലോകത്തിലുള്ള അസുരന്മാർ, അവർ അശുചികളാണ്, അശുദ്ധരാണ്. അതാണ് അവരുടെ ദൗർഭാഗ്യം. അപ്പോൾ അസുരന്മാരൊക്കെ എന്താണ്? അശുദ്ധികൾ, അശുദ്ധന്മാരാണ്. അവർക്ക് ശരിയായ വഴി എന്താണ്, തെറ്റായ വഴി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാൽ ശുചി അല്ലെങ്കിൽ ശുദ്ധി ദൈവപ്രകൃതിയുടെ അല്ലെങ്കിൽ ദേവതകളുടെ ആദ്യ യോഗ്യതയാണ്. അപ്പോൾ ദൈവന്മാരെ കണ്ട അല്ലെങ്കിൽ വൈഷ്ണവരെ കണ്ടു കഴിഞ്ഞാൽ, അല്ലേ, നമുക്കറിയാൻ പറ്റും ശുചിത്വം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? ശുചിത്വം. 2 തരം മനുഷ്യരുണ്ട്. ഒരു വിഭാഗം ദേവത, മറ്റൊരു വിഭാഗം അസുരൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതിനാൽ അസുരവർഗം അവർ കഷ്ടപ്പെടേണ്ടി വരും. ഭൗതിക ബന്ധനത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കും. മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യ ഏവഹ. പരമദിവ്യോത്തമ പുരുഷന്റെ കമലപാദങ്ങളുടെ അഭയം നാം തേടുന്നില്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ നമ്മുടെ കഷ്ടപ്പാടുകൾ തുടരും, അല്ലേ? അടിവരയിട്ട് അവിടെ പറയുകയാണ്. എന്താണ്? പരമദിവ്യോത്തമ പുരുഷന്റെ കമലപാദങ്ങളുടെ അഭയം നാം നേടുന്നില്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മളെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കഷ്ടപ്പാടുകൾ എന്താണ്? ജനനം, മരണം, വാർദ്ധക്യം, പിന്നെ അതിനിടയിൽ വരുന്ന, അല്ലേ, അസുഖങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ നമ്മൾ ഭഗവാന്റെ കാൽപാദത്തിൽ നമ്മൾ ശരണം പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, അല്ലേ, കറങ്ങിക്കൊണ്ടിരിക്കും. അത് തന്നെ എന്താണ് ചെറുവിധ ചെറുവാണ എന്ന് പറയുന്നത് പോലെ ചവച്ച് തന്നെ നമ്മൾ വീണ്ടും ചവച്ചിരിക്കും, അല്ലേ? വീണ്ടും പല ഇതായിട്ട് ശരീരങ്ങളായിട്ട് നമ്മൾ ജനിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഭഗവാനിൽ നമ്മൾ ശരണം പ്രാപിക്കുക. അതൊരൊറ്റ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ക്രമീകരിക്കുന്നതിലൂടെ എല്ലാത്തരം കഷ്ടപ്പാടുകളും നിർത്താൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ കസരുണ്ട്. ഓക്കെ. നമ്മളെന്താ ചെയ്യുന്നത്? ഇവിടെ ഈ ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇതെല്ലാം മാറ്റി സുഖമായിട്ട് ഇങ്ങനെ പോകാൻ ഭൗതികതയിൽ, അല്ലേ? അല്ല, നടക്കുമോ? ഒരു രക്ഷ ഉണ്ടാവില്ല, അല്ലേ? നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, വേറെ എന്തെങ്കിലും ഇറങ്ങി സംഭവിക്കും. നമുക്ക് എല്ലാവർക്കും ഉള്ള അനുഭവങ്ങൾ, അല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടുവയ്ക്കും.
ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് റെഡിയാക്കാം അല്ലേ, എല്ലാം റെഡിയായി. അവിടെ എത്തുമ്പോൾ തന്നെ അറിയണം ഒന്നും കിട്ടിയില്ല അല്ലേ. അപ്പോൾ പിന്നെ അടുത്ത പ്ലാൻ ബി, അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും അതിൽ കിടന്ന് ഇങ്ങനെ ഒഴുകുക. ആരും എന്താണ് അതിൽ നിന്നൊരു എക്സ്ക്യൂസിബിൾ, അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണമായിട്ടുള്ളത് അടിവാരി. നമ്മളെല്ലാം പാർട്ട് ടൈമാണ് അല്ലേ. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മളെല്ലാം പാർട്ട് ടൈമാണ്. നമുക്ക് ആ പൂർണ്ണത വരുന്നില്ല അല്ലേ. അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമ്മളത് പൂർണ്ണത വരാൻ ശ്രമിക്കാത്തതുകൊണ്ടല്ല, നമുക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ആഗ്രഹമുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ വന്നിങ്ങനെ പെടും. ആണോ അല്ലയോ? തീർച്ചയായിട്ടും. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഴപ്പമല്ല, അത് ഈ കലിയുഗത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ആകപ്പാടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക. എങ്ങോട്ട്? ഭൂലോക വൃന്ദാവനം അല്ലേ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് മാത്രമേ ഉള്ളൂ ഇതിന് മരുന്നായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട്, പോംവഴിയായിട്ട്. വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓരോന്നിങ്ങനെ കണക്കാക്കി വച്ചിട്ട് ഒരു കഥയുമില്ല, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അല്ലേ. നേരെ മറിച്ച് നമ്മൾ എന്താണ് ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്നു അല്ലേ. നമ്മൾ രാവണനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. രാവണനെ കുറിച്ച് കേൾക്കാത്ത കാര്യമില്ലല്ലോ ഇവിടെ. ഏറ്റവും വലിയൊരു അസുരനാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞത് ഭഗവാൻ ഹരിയെന്ന് ആരും പോയി പൂജിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വേറെ അനാവശ്യമായ കാര്യങ്ങളാണ് അല്ലേ. വെറുതെ സമയം കളയരുത്. നിങ്ങൾക്ക് സ്വർഗത്തിലല്ലേ പോകേണ്ടത്, ഞാൻ സ്റ്റെപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഭൂലോകത്തു നിന്ന് അല്ലേ, ശ്രീലങ്കയിൽ നിന്ന് സ്റ്റെപ്പ് ഇട്ട് തരാം. അതും സ്വർണ്ണത്തിലുള്ള സ്റ്റെപ്പ് ഞാൻ ഇട്ട് തരാം. നേരെ നിങ്ങൾ കയറി അങ്ങ് സ്വർഗത്തിലോട്ട് പോയാൽ മതി. അല്ലെ നടക്കുമോ? പുള്ളി ശ്രമിച്ചു, നടന്നോ? ഇല്ല അല്ലേ. അപ്പം അതാണ്. അപ്പം നമ്മളെല്ലാവരും രാവണന്മാരാണ്. എന്താണ്? ഈസി വഴി, ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകിട്ടൊക്കെ ജപിക്കുന്നത്? ആ സ്റ്റെപ്പ് കയറി പോയ പോലെ എന്നൊക്കെ വിചാരിക്കുകയാണ് അല്ലേ. നടക്കുന്നില്ല. എന്താണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് പോലെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രഗ്രഹത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അത് പരാജയമാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, പ്രഭുപാദുകളാണ്. എന്താണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും, ശാസ്ത്രജ്ഞന്മാരെല്ലാവരും അല്ലേ, എവിടെ പോയി? ചന്ദ്രനിൽ പോയി ഇറങ്ങി, അവിടെ പോയി കൊടി വെച്ചു, അവിടെ പോയി ചോറും സാമ്പാറൊക്കെ വെച്ച് കഴിച്ചു അല്ലേ. നമ്മൾ കേട്ടില്ലേ? വല്ല സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. പ്രഭുപാദ് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞാൽ, പ്രഭുപാദൻ എന്താണ് പറയുന്നത് നമ്മളത് വിശ്വസിക്കുന്നു. നമ്മൾ ആ പാത്താണ് പിന്തുടരുന്നത്. നമ്മൾ ഈ മണ്ടന്മാരുടെ ഗ്രൂപ്പിൽ കയറാൻ പാടുണ്ടോ? പാടില്ല. നമുക്കൊരാൾ പറഞ്ഞു തരികയാണ് ശരിക്കുള്ള കാര്യങ്ങൾ നടക്കുന്ന ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് വിശ്വസിക്കുക, അത്ര തന്നെ. അത് വഴി പിന്തുടരുക. അതല്ലാതെ മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്ത് പറയുകയും ചെയ്യും. പ്രഭുപാദൻ ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിൽ ചോദിച്ചതാണ്, എന്താണ് നിങ്ങൾക്ക് ഇവിടുന്ന് നാളെ രാവിലെ എണീറ്റ് എനിക്കിപ്പോൾ അമേരിക്ക പോകണമെന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും പറ്റില്ല. ഒരു മാസം ആ എംബസിയിൽ ഇറങ്ങി കയറിയാൽ നമുക്ക് ഇൻ്റർവ്യൂ പോലും പാസ്സാകാൻ പറ്റും. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, വിസ ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലേ. അപ്പോൾ തന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ച് നിങ്ങൾ എന്തിനു പോകുന്നു? അവിടെ നിങ്ങൾ അതിന് പൈസ ഉണ്ട്, അവിടെ പോയി വിസ അടിക്കാൻ പോവാ അല്ലേ, അവിടെ പോയി നോട്ടിക്കാൻ പോവാണോ, എന്തിനാ പോകുന്നത്? അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അവിടെ ആരൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ട് കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം കാണിച്ചാൽ നമുക്ക് എന്താണ്, അവർ വിസ അപ്രൂവ് ചെയ്ത് തരുള്ളൂ. അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ വിസ നമ്മളെ കൈ കിട്ടും. വിസ നമ്മളെ കൈ കിട്ടില്ല, പിന്നെ പാസ്പോർട്ട് കൊണ്ടുപോയി അത് സ്റ്റാമ്പ് ചെയ്ത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര പ്രാവശ്യം ഡൽഹി പോകണമെന്ന് അറിയുമോ? മദ്രാസിലാണോ ഡൽഹിയിലാണോ അറിയില്ല, എവിടെയാണെങ്കിലും അല്ലേ. ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ടോയെന്ന് എനിക്കറിയാം. അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഗ്രഹത്തിനകത്തുള്ള വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു രാജ്യത്തേക്ക് പോകാനായിട്ട്. ആലോചിച്ചു. അങ്ങനെ വിഷമങ്ങളൊക്കെ ഉള്ള നമ്മളാണ് വേറൊരു ഗ്രഹത്തിലേക്ക് ഇതാ പോകണമെന്ന് പറഞ്ഞ് ആരും ചോദിക്കാൻ പറയുന്നില്ല, പോകണം അല്ലെ. നടക്കുമോ? ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊന്ന് ആലോചിച്ചാൽ മതി. പ്രഭുപാദ വളരെ കറക്റ്റായിട്ടാണ് നമുക്കത് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഇത് എവിടെ പോയി ഇറങ്ങിയത്? അവിടെ ഇത് എവിടെയാണ് അവർ അമേരിക്കൻ്റെ കൊടിയൊക്കെ വെച്ചത് അല്ലേ. അതിന് ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ പറയും, അതെന്താ ഇവിടെ തൊട്ടടുത്തായിരുന്നു എന്ന് പറയും അല്ലേ. അവരിവിടെ കണ്ട് പോയി ഇറങ്ങി അവർ കൊടിയൊക്കെ വെച്ച് നമ്മളെ പറ്റിച്ചതാണെന്ന്. ആണോ അല്ലയോ? പലതും നമ്മൾ വിശ്വസിച്ചതൊക്കെ ഇപ്പോൾ ആദ്യം ഭൂമി പരന്നെന്നല്ലേ പറഞ്ഞു, പിന്നീടല്ലേ അത് ഉരുണ്ടതാക്കി അല്ലേ. അപ്പോൾ ആദ്യം നമ്മളെ പോലെയുള്ള ആൾക്കാരെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു, പരന്ന് കിടക്കുവാണ് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് അത് ഭൂഗോളമാണ് അല്ലെങ്കിൽ ഉരുണ്ടതാണെന്നൊക്കെ. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഈ ഭൗതികതയിൽ കാണുന്നതൊന്നും വാസ്തവമാണ്. അതെല്ലാം നമ്മളെ ആരൊക്കെയോ പറ്റിച്ചുകൊണ്ടിരിക്കും അല്ലേ. നമ്മളാണെങ്കിൽ അതൊക്കെ കേട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കും. ഓക്കെ.
അപ്പോൾ അതാണ് എന്താണ് അന്യഗ്രഹത്തിലേക്ക് പോകുന്ന കാര്യം. യാന്തി ദേവാവൃത ദേവൻ പിതാൻ യാന്തി പിതൃവൃത ഭൂതാനി യാന്തി പൂജേത്യ യാന്തി മദ്യാജിനോ അഭിമാനം. അതിനാൽ ഈ ജീവിതത്തിൽ നമ്മൾ സ്വയം തയ്യാറാകണം. അപ്പോൾ നമുക്ക് ഉയർന്ന ഗ്രഹത്തിലേക്ക് പോകാം. നമുക്ക് വേണമെങ്കിൽ ചന്ദ്രനിലേക്ക് പോകാം, നമുക്ക് വേണമെങ്കിൽ സൂര്യനിലേക്ക് പോകാം, നമുക്ക് വേണമെങ്കിൽ ഏത് ഗ്രഹത്തിലേക്കും പോകാം. പക്ഷേ അതിനൊക്കെ നമുക്ക് നേരത്തെ സാങ്ഷൻസ് ഉണ്ടാവണം. ഒന്ന്, നമ്മൾ ഒരു അപ്രൂവൽ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ശരീരം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റത്തില്ല അല്ലേ? ചന്ദ്രഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ അതിൻ്റേതായ ഒരു ശരീരം വേണം. സൂര്യഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ അതിൻ്റേതായ ഒരു ശരീരം വേണം. ഏത് ഗ്രഹത്തിലേക്ക് പോകണമെങ്കിലും അവിടെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശരീരം ഉണ്ടെങ്കിലേ പറ്റത്തില്ല. നമുക്ക് തന്നിരിക്കുന്ന ശരീരം ഈ ഭൂമിയിൽ താമസിക്കാനുള്ള ശരീരമാണ്. ഈ പ്ലാനറ്റ് താമസിക്കാനുള്ള ശരീരം മാത്രമാണ് നമുക്കുള്ളൂ അല്ലേ? ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഈ ഈ അന്യഗ്രഹങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നതിൻ്റെ ശരീരം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? നമ്മളെ പോലെയാണ് ഇരിക്കുന്നത്. അവർക്ക് അതെങ്ങനെ ഇതിനെ കടിച്ചു മാറ്റിയതാണ് അല്ലേ? ഭാഗം മുഴുവൻ തൊപ്പി പറക്കി വായിച്ചിട്ട് അവർ ഉണ്ടാക്കി വെച്ച അല്ലേ ആ ആനിമേഷൻസ് ആണ്. നമ്മൾ കണ്ടല്ലോ അല്ലേ? അതെങ്ങനെ ശരീരം, അതിലൊക്കെ ഈ മൂക്കും ഒന്നും ഉണ്ടാവില്ല, വായും എന്തൊക്കെയോ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറെ ഒരു വല്ലാത്ത രൂപമാണ്. മനുഷ്യനെ പോലെയാണ് ഇരിക്കണത് അല്ല, അത് വേറെ അവർ കണ്ടിൽ തന്നെ അറിയാം അവർ അന്യഗ്രഹത്തിൽ നിന്ന് വന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലേക്കൊക്കെ പോകാൻ പറ്റും. നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. രണ്ടാമത് അതിൻ്റെ അപ്രൂവൽ വേണം. അതിന് പ്രത്യേക ഒരു ശരീരം വേണം അല്ലേ? ആ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റും. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥ അതോ ഗച്ഛന്തി താമസ. നമുക്ക് എല്ലായിടത്തും പോവാം, എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം. പക്ഷേ അവർ വ്യവസ്ഥ പാലിക്കണം. കാരണം നാം സ്വാഭാവിക അവസ്ഥയിലാണ്. ഭൗതിക ലോകം എന്നാൽ നമ്മൾ വ്യവസ്ഥാവിതര എന്നാണ്. അതിനാൽ ചന്ദ്രഗ്രഹം പോലുള്ള ഉയർന്ന ഗ്രഹവ്യവസ്ഥയിലേക്ക് പോകാൻ യോഗ്യരാകുന്നതിന് നമ്മൾ സ്വയം തയ്യാറാകണം, കാര്യക്ഷമമായിരിക്കണം. അതിനാൽ ആ തയ്യാറെടുപ്പെന്നാൽ നമ്മൾ സത്വഗുണത്തിൽ ശൗചത്തിൽ എത്രത്തോളം സ്ഥിതി ചെയ്യുന്നുവോ അത്രയധികം സത്യം, ശൗചം, ബ്രാഹ്മണ യോഗ്യതകളാണെന്നൊക്കെ പറയും അല്ലേ? ആർജവം ആസ്തിക്യം, ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം, ബ്രഹ്മകർമ്മ സ്വഭാവജം. സത്വഗുണത്തിന്റെ ഗുണങ്ങൾ നിങ്ങൾ നേടിയില്ലെങ്കിൽ ഉയർന്ന ഗ്രഹവ്യവസ്ഥയിൽ പോലും നമുക്ക് പോകാൻ കഴിയില്ല. പ്രപഞ്ചത്തിനപ്പുറം പോകുന്ന എന്താണ് പറയേണ്ടത് അല്ലേ? പ്രപഞ്ചത്തിനപ്പുറം, ഇതിനപ്പുറം വൈകുണ്ഠ ലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം, ബ്രഹ്മജ്യോതിയുണ്ട്. പിന്നെ ഏറ്റവും ഉയർന്നത് ഗോലോക വൃന്ദാവനമാണ്. പക്ഷെ നമുക്ക് അവിടെ പോകാൻ പറ്റും അല്ലേ? ഭഗവാൻ എന്താ പറയുന്നത്? മധ്യാജീനോ അഭി യാന്തിമാം. ഭഗവത്ഗീതയിൽ 9ാമത്തെ അധ്യായത്തിൽ പറയും, ഈ ജീവിതത്തിൽ നമ്മൾ തയ്യാറെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകാൻ പറ്റും, ഒരു തടസ്സവുമില്ല. നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ഈ ഭക്തിമാർഗം ശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങ് പോകാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള അഴുക്ക് മുഴുവൻ തേച്ച് കളഞ്ഞ് വൃത്തിയായി ശുദ്ധീകരിച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആ ശുദ്ധീകരണ പ്രക്രിയ ആണോ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ശുദ്ധീകരണ പ്രക്രിയ വല്ലതും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. കുളിച്ചാൽ മാത്രം പോരാ. നമ്മൾ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുന്നുണ്ടോ? എന്താണ് ചെയ്യുന്നത്? നാമം ജപിക്കുന്നു അല്ലേ? അപ്പൊ അതുവഴി നമ്മൾ ശുദ്ധീകരണം ചെയ്യുന്നുണ്ട്. പിന്നെയോ അതുകൊണ്ട് മാത്രം തീരുന്ന അഴുക്കല്ല, ഇഷ്ടംപോലെ അഴുക്കുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ എന്ത് ചെയ്യണം? വേറെ എന്തൊക്കെ ചെയ്യാം? നാമം ജപിച്ച കാര്യം പറഞ്ഞു. പിന്നെയോ യമനിയമങ്ങൾ പാലിക്കണം. പിന്നെയോ ഭഗവത് സേവനം ചെയ്യണം അല്ലേ? നമുക്ക് മാലോകര സേവനം ചെയ്യാനാണ് താല്പര്യം. അതുപോലെ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവത് സേവനം ചെയ്യണം. പിന്നെ വേറെന്തൊക്കെ ചെയ്യണം? ശുദ്ധീകരണ പ്രക്രിയയിൽ വേറെന്തൊക്കെ? നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്. നമ്മൾ സത്സംഗത്തിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. നമ്മൾ ഒരു വൈഷ്ണവനെ കണ്ടിട്ട് ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ വന്നു അല്ലേ? ഇവിടെ ഇത്രയും വൈഷ്ണവരിരിപ്പുണ്ട്. ആരെങ്കിലും എല്ലാ വൈഷ്ണവരെ നമസ്കരിച്ചോ അല്ലേ? അത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഹലോ ഇവിടെ അല്ലേ? അതും ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. നമ്മളൊരു വൈഷ്ണവനെ കണ്ടിട്ട് നമസ്കരിച്ച് ആദരിക്കുമ്പോൾ അവരുടെ ബ്ലെസ്സിങ്സ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ അത്രയും അഴുക്കും കൂടെ നമ്മൾ കഴുകിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലരും ചെയ്യുന്നില്ല. അത് കിട്ടുന്ന അവസരം അല്ലേ? വെറുതെ എത്രയോ വൈഷ്ണവരാണ് നമ്മുടെ അമ്പലത്തിൽ വരുന്നത്.
അവരുടെയൊക്കെ അസോസിയേഷൻ, അവരുടെയൊക്കെ അടുത്ത് ഒരു 10 മിനിറ്റ് ഇരിക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അല്ലേ, അവർ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഇരുന്നാൽ ഇവിടെ തന്നെ ഇരിക്കണമെന്നില്ല, എവിടെയെങ്കിലും ഇരുന്നാൽ അവരൊക്കെ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അവരെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇരുന്നാൽ മതി. അത്രയും എന്താണ് പ്യൂരിഫിക്കേഷനാണ് നടക്കുക അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ മാർഗം. അങ്ങനെയൊക്കെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ? മുകളിലേക്ക്. എവിടെ മോളെ? എവിടെ? മുകളിലേക്ക്. എവിടെ? ഗോലോക വൃന്ദാവനം അല്ലേ. വെരി ഗുഡ്. സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേന ഋഷികേശ സേവനം ഭക്തി രുച്യതേ. അപ്പോൾ ഭക്തി എങ്ങനെയാണ് ഇങ്ങനെ സ്ഫുരിക്കുന്നത് അല്ലെങ്കിൽ വളരുന്നത്? എന്ത് ചെയ്യണം നമ്മൾ? ഋഷികേന ഋഷികേശ സേവനം അല്ലേ. നമ്മൾ ഭഗവാന്റെ സേവ ചെയ്യണം. ഭഗവാന്റെ സേവയിലൂടെ മാത്രമേ നമുക്ക് ഭക്തി വളരുള്ളൂ. ഇവിടെ എത്ര പേര് ഭഗവാന്റെ സേവ ചെയ്യുന്നു? കൈ നോക്കിക്കോ. എന്താ കൈ താപ്പിക്കുന്നു? ഇല്ലേ? ഭഗവാന്റെ സേവ ചെയ്യുന്നില്ലേ? അറ്റ്ലീസ്റ്റ് കുറച്ച് വൈഷ്ണവർക്ക് കുറച്ച് മാവെങ്കിലും കൊണ്ടുവരുന്നുണ്ട്. അത് സേവയാണ്. ഇത് റെക്കോർഡ് ചെയ്ത് മാധവരെ എല്ലാവരും കാണിക്കുന്നുണ്ട്. അത് വലിയ സേവയാണ്. പ്രഭു ഒരുപാട് സേവ ചെയ്യുന്നു അല്ലേ. ഏത് ക്ലാസ്സിനെ ഫ്രണ്ടിൽ കാണാം, വേറെ ആരെയും കാണാൻ പറ്റാതെ അല്ലേ, കാണിക്കാൻ പറ്റാതെ ഇങ്ങനെ ഫ്രണ്ടിൽ അല്ലേ. അതൊക്കെ വലിയ സേവയല്ലേ ചെയ്യണം. ആരെങ്കിലും പുറകിരുന്ന് ഉറങ്ങിയാലും അറിയത്തില്ല. പ്രഭു നല്ല സേവ ചെയ്യണം. ഓക്കെ. അപ്പോ ആ സേവയിൽ ഋഷികേന ഋഷികേശ സേവനം അല്ലേ. ആ സേവയിലൂടെ മാത്രമേ നമുക്ക് ഭക്തി കിട്ടത്തുള്ളൂ. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജപിച്ചാൽ ഭക്തി കിട്ടത്തില്ല അല്ലേ. പ്രഭുവാണ് ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞത്, സുശാന്ത് പ്രഭു. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ അമ്പലത്തിലോട്ടൊന്നും വരുന്നില്ല, നമ്മൾ വീട്ടിലിരുന്ന് അങ്ങോട്ട് ജപിക്കാൻ പോകും അല്ലേ. എനിക്ക് സത്സംഗത്തിൽ നിന്ന് വലിയ താല്പര്യം വിശ്വാസമൊന്നുമില്ല അല്ലേ. അവിടെ വന്ന എല്ലാവരുടെയൊക്കെ മോന്ത കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് ജപിക്കാം അല്ലേ. നടക്കുമോ? 2 ഞായറാഴ്ച ജപിക്കും. 3-ൻ്റെ അന്ന് കുറച്ചുകൂടെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ട് അല്ലേ, നല്ല മഴ പുതപ്പൊക്കെ മൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കഴിക്കാൻ 12 മണിക്കാണ് എനിക്ക്. അതുവരെ ഉറങ്ങിയിട്ട് കാര്യം എന്താണ്? അലസത നമ്മൾ പിടിക്കും അല്ലേ, നമ്മൾ മായ പിടിച്ചോളൂ. അതിനൊന്നും വഴി വയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അമ്പലത്തിൽ തീർച്ചയായിട്ടും ഉറങ്ങാതെ വരണം. നിങ്ങൾ എത്ര പേരാണ് മംഗളാരതി തൊഴാൻ വരുന്നത്? ഇവിടെയൊക്കെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും അല്ലേ. വേണമെങ്കിൽ നടന്നും വരാം. ആ ദൂരത്തിലൊക്കെ ഉള്ളവരാണ് ഇവിടെ എല്ലാവരും അല്ലേ. എത്ര പേരാണ് മംഗളാരതി തൊഴാൻ വരുന്നത്? വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് മംഗളാരതി. പലർക്കും അറിയത്തില്ല മംഗളാരതി. പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് നോൻ വരുന്നുണ്ട് എല്ലാ ദിവസവും. പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മംഗളാരതി തൊഴിലില്ലെങ്കിൽ ആ സംസാരതാവ് എല്ലാ ദിവസവും പാടണമെന്ന് പറയും അല്ലേ. സംസാരതാവ് നമ്മൾ എല്ലാ ദിവസവും പാടണമെന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഭക്തി ഉയരാനും ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വഴികൾ അല്ലേ. നമ്മൾ വൃത്തിയാവണം, നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയയിൽ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെയെങ്കിലും നമ്മൾ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. പ്രഭുപാദ് തീർച്ചയായും അല്ലേ. ആ ഒരു മനുഷ്യൻ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട്, നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ വളരെയധികം കാര്യക്ഷമതയോടുകൂടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. നമുക്കൊന്നും അറിയത്തില്ല. സംസാരതാവ് എന്തോന്നും മംഗളാരതി എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് ആകപ്പാട് അറിയുന്ന ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യം മാത്രമേ ഉള്ളൂ അല്ലേ. അത് വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും അല്ലേ 4 മണിയാകുമ്പോൾ അവിടെ ചെന്നു, ഉറങ്ങിയെങ്കിലും അവിടെ ചെന്നു അല്ലേ. അതെന്തോ ഒരു വഴിപാട് പോലെയാണ്. നിർമ്മാല്യം കണ്ടു, എന്നിട്ട് ഭഗവാനെ കണ്ടോ? കണ്ടി അല്ലേ. അവിടെ ചെന്നപ്പോൾ ഒരൊറ്റ തള്ളായിരുന്നെങ്കിൽ കാണാൻ പറ്റിയില്ല. മനസ്സിലായി? അപ്പോൾ അതല്ല, നമുക്കിവിടെ ആരും തള്ളില്ല. അവിടെ ഇഷ്ടംപോലെ സമയം നിന്ന് അല്ലേ, നമ്മൾ വേറെ ആരെങ്കിലും തള്ളിയിടുന്നത് വരെ നമുക്ക് അവിടെ നിൽക്കാം. ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല? ഞാൻ ചിലരോടൊക്കെ പറയാനുണ്ട്, നിങ്ങൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ മംഗളാരതി തൊഴും, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും. തീർച്ചയായിട്ടും ഒരുപാട് പവറുള്ളതാണ്. നമ്മൾ ആ പവറിന് വേണ്ടിയല്ല, നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നാലും അത് നമ്മൾ ഈ ശുദ്ധീകരണ പ്രക്രിയ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പറയും. അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ നിർമ്മാല്യ സമയത്ത് അല്ലെങ്കിൽ മംഗളാരതി സമയത്ത് നമ്മൾ ഭഗവാന്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ് ഭഗവാന്റെ അല്ലേ. അതിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം അല്ലേ. അർജുനനും ദുര്യോധനനും ഭഗവാനെ കാണാൻ പോയി. ഭഗവാൻ ഉറങ്ങി അല്ലേ, ഉറങ്ങിക്കിടന്നിട്ട് ആ എണീക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹം ആരെയെല്ലാം കണ്ടാലും അതിന് എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും അല്ലേ വളരെയധികം അല്ലേ
എന്താണ് മംഗളങ്ങൾ അവർക്ക് എല്ലാവർക്കും. അതുകൊണ്ടാണ് മംഗളാരതി അല്ലേ, എല്ലാ സർവ്വമംഗളും ഭവിക്കുന്ന ഒരു ആരതിയാണ് മംഗളാരതി എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അത്രയും ഓസ്പീഷ്യസ്നെസ് ആണ്. അപ്പോൾ നമുക്കൊക്കെ അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് അവസരം തന്നിട്ടാണ് ഇവിടെയൊക്കെ അടുത്തൊക്കെ താമസിക്കുക. ഇവിടെ ഒരു 15-20 കിലോമീറ്ററിന് അടുത്ത് താമസിക്കുന്നവരെല്ലാവരും വളരെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഈ ഒരു അമ്പലം ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്കത് സേവിക്കാനും ഇങ്ങനെ ഭഗവാനുമായിട്ട് ഭഗവാന്റെ സേവ ചെയ്യാനും ഭക്തിയിൽ ഉയരാനും നമുക്കുള്ള അനുവാദം ഭഗവാൻ തന്നതുകൊണ്ടാണ് നമുക്കിവിടെ താമസിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ 7 അയലോക്കത്ത് വരത്തില്ല അല്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെയൊക്കെ കടന്ന ആൾക്കാരാണ്, എന്തുകൊണ്ട് ഇവിടെ എത്തി? അപ്പോൾ അതിനൊക്കെ പ്രത്യേകം കാരണങ്ങളും അതിനൊക്കെ പ്രത്യേകം ഭഗവാന്റെ മത്സ്യം, ഭഗവാന്റെ ബ്ലെസ്സിങ്സും ഭഗവാൻ വിചാരിച്ചത് കൊണ്ടാണ്, ഭഗവാൻ നമ്മളെയൊക്കെ കണ്ടത് കൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ എത്തിയത്. അല്ലെങ്കിൽ നമ്മൾ വല്ല കിളിമാനൂരോ കോട്ടയത്തോ ഇവിടെ വരാൻ ഒരിക്കലും പറ്റാത്ത രീതിയിൽ കൊല്ലത്തെങ്കിലും ആയിരിക്കും അല്ലേ? അവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ടു. കൊല്ലത്തുകാരൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് മാക്സിമം ഉപയോഗപ്പെടുത്തണം. നമുക്ക് വൈകുണ്ഠ ഗ്രഹത്തിലേക്കോ ഗോലോക വൃന്ദാവന ഗ്രഹത്തിലേക്കോ പോകണമെങ്കിൽ ഈ ഭൗതിക ആകാശത്തിനപ്പുറം, അതായത് മറ്റൊരു ആകാശമുണ്ട്. ഭാവ അന്യ അവ്യക്തവും വ്യക്ത സനാതന. ഈ വിവരങ്ങൾ ഭൗതികയിൽ പറയുന്നത് പരവ്യോമം എന്നറിയപ്പെടുന്ന മറ്റൊരു ആകാശമുണ്ട്. അതാണ് ആത്മീയ ആകാശം. ആ ആത്മീയ ആകാശം ശാശ്വതമാണ്. ഈ ഭൗതിക ആകാശത്തിനുള്ളിൽ എല്ലാം നശിപ്പിക്കപ്പെടുമ്പോൾ അത് ശാശ്വതമായി നിലനിൽക്കും. അതിനെ സനാതനധാമം എന്ന് വിളിക്കുന്നു. അതിനാൽ സനാതന ജീവസനാതനമാണ്. മമേ വാംശു ജീവലോകേ ജീവലോക സനാതന അല്ലെ, അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിനാൽ ജീവസനാതനമാണ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. കൃഷ്ണനും സനാതനമാണ്. 11-ാം അധ്യായത്തിൽ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്താണ് സനാതന? ഇവിടെ മറ്റൊരു ആകാശമുണ്ട്, അതിനെ സനാതന എന്ന് വിളിക്കുന്നു. അവ്യക്ത സനാതന. ഭഗവാൻ സനാതൻ. ഈ സനാതന ധാമത്തിലേക്ക് തിരികെ പോയി പരമോന്നത സനാതനവുമായി സഹവസ്യ സ്വയം സനാതനമായി തുടരാൻ കഴിയുന്ന അറിവിൻ്റെ സംസ്കരണം, അതിനെയാണ് സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ വേണം അല്ലേ? ആ അറിവ് എന്താണ്? അതാണ് സനാതന ധർമ്മം എന്നത്. അതിനാൽ നമ്മൾ ആ സനാതന ധർമ്മം വളർത്തിയെടുക്കണം. അതായത് ഭൗതിക യോഗ്യതയിൽ നിന്നോ ഭൗതിക പദവിയിൽ നിന്നോ നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ഇവിടെ നമുക്ക് ഭൗതിക പദവിയുണ്ട് അല്ലേ? നമ്മുടെ ഭൗതിക പദവികൾ എന്താണ്? ഞാനൊരു എഞ്ചിനീയറാണ്, ഞാനൊരു പ്രൊഫസറാണ്, ഞാനൊരു ഡോക്ടറാണ് അല്ലേ? അങ്ങനെയുള്ളതൊക്കെ ഭൗതിക പദവികളാണ്. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു അമേരിക്കക്കാരനാണ്, ഞാനൊരു ബംഗാളി ആണ് അല്ലേ? അതും എന്താണ്? ഭൗതിക പദവികളാണ്. ഞാനൊരു ബ്രാഹ്മണനാണ്, ഞാനൊരു ക്ഷത്രിയനാണ്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുന്നതും എന്താണ്? ഭൗതിക എന്തുവാണ്? ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ എന്താവണം? ഭഗവാന്റെ ദാസനാവും അല്ലേ? ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞത്? ഇപ്പൊ കിട്ടിയ ഗോപി ഭർത്തു പദകമലയോ ദാസ അനുദാസ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച തപ്പിക്കൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ല അല്ലേ? പക്ഷെ നമ്മൾ പറഞ്ഞു ഒപ്പിച്ചു. ഈ ധാരണയിലേക്ക് നമ്മൾ എത്തിയാൽ അതാണ് നമ്മുടെ ശുദ്ധീകരണം. അപ്പൊ നമ്മൾ എന്താവണം? ഗോപി ഭർത്തു പദകമലയോ ദാസ. അവരുടെയൊക്കെ ദാസന്റെ ദാസനാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ പറ്റൂ അല്ലേ? അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഹ്യൂമിലിറ്റി അല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? ഒരു വൈഷ്ണവനെ കാണുമ്പോൾ നമുക്ക് നമസ്കരിക്കാൻ തോന്നും. അവിടെ ആ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ. നമ്മളെന്താ വിചാരിക്കും? ഞാൻ എന്തിന് ഇയാളെ നമസ്കരിക്കുന്നു? ഇയാൾ ഇപ്പോൾ വന്നതില്ല അല്ലേ? ഞാൻ എത്രയോ കൊല്ലമായിട്ട് വന്നതാണ് എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എപ്പോൾ ചിന്തിക്കുന്നോ അപ്പോൾ നമ്മുടെ കിട്ടിയ എല്ലാ ഭക്തിയും പോയി അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു എടുത്തെടുത്തത് പറയുന്നത്. ഗോപി ഭർത്തു പദകമലയോ ദാസാനു പറയും അല്ലേ? ഭഗവാൻ അങ്ങനെ പറയണമെങ്കിൽ അപ്പം നമ്മൾ എങ്ങനെയല്ല അല്ലേ? നമ്മൾ ഏത് മൂട്ടി കിടക്കുമായിരിക്കും. അപ്പം നമ്മുടെ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ എല്ലാ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത മതസ്ഥിതിയിൽ നിന്നും ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും വർണ്ണങ്ങളിൽ നിന്നും ഉള്ള ആളുകളുണ്ട്. പക്ഷെ അവർ അവരുടെ ഭൗതിക പദവി മറന്നുപോയി.
ഈ ശരീരം കാരണം ഈ ഭൗതിക പദവിയിൽ നാം നടക്കും. ഇത് ജീവിതത്തെക്കുറിച്ചുള്ള ശാരീരിക സങ്കല്പമാണ് അല്ലേ? നമ്മളിപ്പോൾ വലിയ വലിയ സന്യാസിമാരെ കുറിച്ച്, ഇസ്കോണിലെ സന്യാസിമാരെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഹൈലി ക്വാളിഫൈഡ്. ഒരുപാട് പദവിയും ഒരുപാട് സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മുടെ ഇസ്കോണിൽ എന്തായിട്ട് വന്നത്, സന്യാസിമാരായിട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാണ്? ബുദ്ധിയുള്ളവരൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഇതാണെന്ന് അർത്ഥം അല്ലേ? ബുദ്ധിയുള്ളവരുണ്ടാണല്ലോ, അവർക്ക് അത്രയും ആ പദവിയും അല്ലെങ്കിൽ അത്രയും ക്വാളിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. IIT ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലല്ലോ. നമുക്ക് അത്രയും ബുദ്ധിയില്ലെങ്കിൽ നമുക്ക് ഈ ബുദ്ധിയുള്ളവരെ ഫോളോ ചെയ്തൂടെ? അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവരെന്താണ് ചെയ്യുന്നത് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെയൊക്കെ ആ ഹ്യൂമിലിറ്റി കാണും അല്ലേ? നമ്മളെങ്ങാനും അവരുടെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കായിട്ട് ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. പക്ഷെ അവരെന്താ പറയാ, അയ്യോ അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ ആളാണെന്ന് തോന്നും. നമ്മൾ ബഹുമാനിക്കുന്ന കണ്ട്. ഇന്ന് തന്നെ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇന്നലെ അല്ലേ പ്രഭു? ഇന്നലെ ഇന്ന് രാവിലെ പോയത്? ഇന്നലെ രാവിലെ ഇന്നത്തെ പോയി തോന്നുന്നു. കുറച്ച് ഭക്തന്മാരുണ്ടായിരുന്നു, വളരെ എലിവേറ്റഡ് അല്ലേ, ഒരുപാട് വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ആക്കി ഹ്യൂമിലിറ്റി കാണും. അവർ രാവിലെ വന്നിട്ട് 2 വരെ ഇവിടെ നടന്നിട്ടാണ് തോന്നുന്നു പോയത്. അവർ 4 മണിക്കും കണ്ട് അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ എന്തോ ഒരു പ്രാണികൾ ഇങ്ങനെ കംപ്ലീറ്റ് ചത്ത് കിടക്കും അല്ലേ? നമ്മൾ തലേദിവസം കണ്ടതാണ്. ആരൊക്കെ തൂത്തെന്നൊക്കെ പറയുന്നു, അറിഞ്ഞില്ല. പക്ഷെ ഇവർ വന്നപ്പോൾ ഭഗവാന്റെ ഫ്രണ്ട് നിറയെ പ്രാണി ചത്ത് കിടക്കുക. എന്താ കാര്യം എന്നറിയില്ല, കുറേ പ്രാണികൾ അവിടെ ആത്മഹത്യ ചെയ്തു. നിറഞ്ഞ് കിടക്കുമായിരുന്നു. അല്ലേ, ചിലരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അവർ രാവിലെ വന്ന് ഈ തുറപ്പയൊക്കെ കണ്ടുപിടിച്ച് ചൂലൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരത് മുഴുവൻ തൂത്ത് വൃത്തിയാക്കി. എവിടുന്ന് വന്നവര്, എവിടെയുള്ളവരെ പോകുന്നത്? ഓസ്ട്രേലിയ എന്ന് വന്നവരാ. രണ്ട് ഭയങ്കര സീനിയർ ആയിട്ടുള്ള 2 പേരാണ്. അവർ രണ്ടുപേരും രാവിലെ ഇവിടെ നിന്ന് നടന്നങ്ങോട്ട് പോകും. മഴയൊക്കെ നടന്നു പോയത്. നമ്മളാണെങ്കിൽ മഴയെങ്ങാനും ചാടി പോയി, ഇന്നിപ്പോൾ മഴ പോകണം എന്ന് വിചാരിക്കും. അവർ ആ മഴയൊക്കെ നടന്നു പോയി അല്ലേ? അവിടെ പോയിട്ട് 4 മണിക്ക് ചെന്ന് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. അവർ മുഴുവൻ തൂത്ത് വൃത്തിയാക്കി അല്ലേ? അതെന്തുകൊണ്ടാണ്? അവർക്ക് ആ ഹ്യൂമിലിറ്റി. എന്നിട്ട് നമ്മൾ അവരെ പോയി നമസ്കരിച്ചപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ അതിനൊന്നും യോഗ്യതയില്ല, കഷ്ടം. അപ്പോൾ പിന്നെ നമ്മളൊക്കെ എവിടെ ഇരിക്കണം പോയി അല്ലേ? നമ്മൾ ആ 7 അയലോക്കത്ത് പോകാൻ പാടില്ല. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ. അതാണ് ആ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഭൗതിക പദവിയൊക്കെ മറന്നിട്ട് വേണം നമ്മൾ എപ്പോഴും എന്താണ് ആൾക്കാരുമായിട്ട് സഹവസിക്കുന്നത് അല്ലേ? ഇവിടെ ബ്രാഹ്മണരായിട്ട് ജനിച്ചാൽ പോലും അവർക്കൊക്കെ ആസുര സ്വഭാവങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുമല്ലോ. ഇല്ല അല്ലേ? ഇപ്പോൾ ഉള്ള ഇവിടെ ആരെങ്കിലും ബ്രാഹ്മണരുണ്ടോ എന്ന്? പ്രഭു വന്നില്ല. ബാക്കി ജനറേഷൻ വേറെ ആരും ഇല്ലല്ലോ അല്ലേ? അവരൊന്നും അല്ല. പക്ഷേ ഇപ്പോഴത്തെ ബ്രാഹ്മണരാരും ബ്രാഹ്മണരായിട്ടല്ല വർത്തിക്കുന്നു. അവരെല്ലാവരും എന്താണ്, ശൂദ്രരായിട്ടാണ്, അല്ലെങ്കിൽ അതിന് താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ടാണ് അവർ അല്ലേ? ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മസ്കറ്റിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ അടുത്ത് അറിയുന്ന ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സുബ്രഹ്മണ്യം എന്നാണ്. ഈ സുബ്രഹ്മണ്യം അല്ല കേട്ടോ, സുബ്രഹ്മണ്യം. മറിച്ചൊരു പേര് സീത അല്ലേ? സീത നല്ല പേരായിരുന്നു. 2 നല്ല പേരാണ്. സുബ്രഹ്മണ്യം നല്ല മനുഷ്യനാണ്, നല്ല ക്ലീൻ, ഇതുപോലെ തന്നെ നല്ല ക്ലീൻ മനുഷ്യനാണ്. പക്ഷേ ഈ സീത മാതാജി ശരിയല്ല. അവർ വന്നു കഴിഞ്ഞാൽ അന്നൊക്കെ നമ്മൾ മീൻ കഴിക്കുമായിരുന്നു. മീനെ കഴിക്കുന്ന സമയത്ത് മസ്കറ്റിൽ നമ്മൾ ഇവിടുന്നൊക്കെ പോയ സമയത്ത് ഏതാണ്ട് 35 കൊല്ലം മുമ്പ്, അന്ന് അവർ നേരെ ഈ മാതാജി നേരെ വന്നിട്ട്, അന്ന് നമ്മൾ സ്കൂളിലൊന്നും ഇല്ല, നേരെ വന്നിട്ട് നേരെ കിച്ചണിലോട്ടാണ് പോകും. അവിടെ എന്തിനാണ്? അവിടെ മീൻ കാണുമെന്ന് അറിയാം. അതൊക്കെ മീനൊക്കെ എടുത്ത് കഴിച്ചിട്ട് അവിടെ. ഞാൻ തന്നെ അറിഞ്ഞത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. ഇത് പറഞ്ഞില്ല, അത് ദേശമായിട്ട് വെച്ചിരുന്നു അവരെല്ലാവരും. വളരെ പിന്നീടാണ്. അപ്പോൾ അവരൊക്കെ എന്താണ്, ബ്രാഹ്മണരാണ് അല്ലേ? അവരൊക്കെ ഇതിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് പറയുന്നത്. അതാണ്. അപ്പോൾ ജന്മം കൊണ്ട് നമുക്ക് ബ്രാഹ്മണനാവാൻ പറ്റുമോ? പറ്റത്തില്ല. ബ്രാഹ്മണനാകാൻ കഴിയില്ല എന്നല്ല. പക്ഷേ അവർക്ക് എല്ലാവർക്കും ബ്രാഹ്മണനാകാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഈ കൃഷ്ണാപൂർവത്തിൽ അല്ലെങ്കിൽ ഈ കൃഷ്ണാപൂർവ സമിതിയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഏത് ശൂദ്രനും ബ്രാഹ്മണനാവും. മാം ജി പാർത്ത പാപ്യത്തെ അഭിസ്യു പാപയോനിയ. പാപയോനി, താഴ്ന്ന വംശജർ പാപയോനിയുണ്ട്. അവരെ ശാസ്ത്രങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. കിരാത,
ഋണാരു ഇത് ആരൊക്കെയാണ് പാപജോലികൾ പറയുന്നത്? കിരാത, ഗുണാന്ദ്ര, കുലീന്ദ്ര, പുൽക്കശ, നമ്മൾ കേട്ടിട്ടില്ല. ആഭിര, ശുംഭ, യവന, കസാദയ. ഈ ശുംഭ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ, വിളിച്ച് കേട്ടിട്ടുണ്ട്. ശുംഭ എന്നൊക്കെ പണ്ടത്തെ ബ്രാഹ്മണരൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ ഇതാണെന്ന് പറയുന്നത്. കിരാത എന്നാൽ ആഫ്രിക്കക്കാർ, കറുത്തവർ എന്നാണ് അർത്ഥമാക്കുന്നത് കിരാത എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും സന്താലുകളുണ്ട്. സന്താൽ വളരെ കറുത്തവർ, അവർ കാട്ടിൽ താമസിക്കുന്നു. എല്ലാ രാജ്യങ്ങളും ആദിവാസികളും അവരെ കിരാത എന്ന് വിളിക്കുന്നു. അവർ ഹൂണുകൾ എന്ന് പറയും. ജർമ്മനിയുടെ വടക്കൻ ഭാഗത്ത് ഹൂണുകളുണ്ട്. ആന്ധ്രയിൽ കിരാതയുണ്ട്. ഗുണാന്ദ്ര, കുലീന്ദ, തുൽക്കശ, അഭിര, ശുംഭ, യവന, കസായ ധാരാളം. എന്നാൽ ശുഭദേവ ഗോസ്വാമി പറയുന്നത് അവയെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ പോലും ശുദ്ധീകരിച്ച് ഒരു വൈഷ്ണവനോ ബ്രാഹ്മണനോ ആക്കാൻ പറ്റുന്നതാണ്. ശുദ്ധന്തി പ്രഭാവിഷ്ണവേ, അവ വൈഷ്ണവരായി മാറിയാൽ പ്രഭാവിഷ്ണവേ നമഃ. ഒരാൾ വൈഷ്ണവനായാൽ അവൻ ഈ ഭൗതിക പദവിക്ക് അതീതനാണ് അല്ലേ? അത് കണ്ടിട്ടില്ലേ? ബ്രാഹ്മണനെക്കാരും ഉയർന്ന സ്ഥിതിയിലാണ് ഇവിടെ ആരും നിൽക്കുന്നത്? വൈഷ്ണവർ നിൽക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം എല്ലാവരെയും ശുദ്ധമായ വൈഷ്ണവരാക്കാനുള്ള ഒരു ശ്രമമാണ് ചെയ്യുന്നത്. സർവോപാധി നിർമുക്തം തത്പരത്വേന നിർമ്മലം. അപ്പോൾ നമ്മൾ നിർമ്മലനാകും. ആ നിർമ്മല ഘട്ടത്തിൽ അവര് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെ ഭക്തി എന്ന് വിളിക്കും. ഭക്തി ഈ ഭൗതിക ലോകത്തിലെ പ്രവർത്തനങ്ങളിൽ ഭക്തി എന്നത് സഗുണാൻ സമുദി ദൈത്യാൻ ബ്രഹ്മഭൂയാ ആയ കൽപ്പതേ എന്ന പ്രവർത്തനമാണ്. ബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കാൻ അത് പര്യാപ്തമല്ല. അഹം ബ്രഹ്മാസ്മി ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. ഈ ഭൗതിക പദവിയിൽ നിന്ന് നമുക്ക് മുക്തനാകുമ്പോൾ ബ്രഹ്മഭൂത ഘട്ടത്തിൽ അഹം ബ്രഹ്മാസ്മി അത് ഒരു ഘട്ടമാണ്, നിഷ്പക്ഷ ഘട്ടം. ന ശോചതി ന കാംക്ഷതി, അതായത് നമ്മൾ ഭൗതിക ഉത്കണ്ഠകളിൽ നിന്ന് മുക്തരാകുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ് ഭഗവാനിൽ നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള എല്ലാ വിഷമങ്ങളിലും നമുക്ക് സ്വാതന്ത്ര്യം നേടാം, അല്ലെങ്കിൽ മുക്തരാകാൻ പറ്റും. നമ്മളെ ബ്രഹ്മവേദിയിലേക്ക് വരുമ്പോൾ ന ശോചതി ന കാംക്ഷതി, ഇതാണ് ആദ്യത്തെ യോഗ്യത. ഇനി വിലാപമില്ല, കൂടുതൽ മോഹമില്ല. സമസർവേഷു ഭൂതേഷു പണ്ഡിത സമദർശിന. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിലപിടിപ്പെട്ട ഒരു സാധനം ഉണ്ടെങ്കിൽ അല്ലേ, ഒരു നല്ലൊരു മോതിരം, ഒരു 1.5 പൗണ്ട് ഒരു മോതിരം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ എവിടെയോ പോയി. നമുക്ക് എന്ത് തോന്നും? ഒന്നും തോന്നുന്നില്ല. വിഷമം തോന്നും. വിഷമം മാത്രമേ തോന്നുന്നില്ല, അല്ലറി വിളിച്ച് കരയും അല്ലേ? എൻ്റെ 1.5 പവൻ്റെ മാല പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോതിരം പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരില്ലേ? തീർച്ചയായിട്ടും വിഷമം വരും. അത്രയും അധ്വാനിച്ച് കാശ് കൊടുത്ത് ഉണ്ടാക്കില്ല. നേരെ മറിച്ച് നമ്മളിതെല്ലാം ഭഗവാനിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വളരെ സീനിയറായിട്ടുള്ള ഒരു വൈഷ്ണവർക്ക് അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അവർക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നു? കാര്യമില്ല. പോയത് പോയി, അതെനിക്കുള്ളതല്ല, അത് വേറെ ആർക്കും കിട്ടേണ്ടതാണ്. അവർക്ക് അതിനുള്ള യോഗം ഉണ്ടോ, അതുകൊണ്ട് അവർ കിട്ടിക്കോട്ടെ, അവരെടുത്തോട്ടെ. അത് നമ്മളെ ഒന്ന് പിടിച്ചിട്ട് ആർക്ക് കൊടുത്തു? ഭഗവാൻ വേറെ ആർക്ക് കൊടുത്തു. അത്യാവശ്യക്കാരും അവർക്ക് കൊടുത്തു. നമുക്കത് വർദ്ധിച്ചിട്ട് അല്ലേ? അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് മാറാൻ വേണ്ടി എടുത്ത് കളഞ്ഞതാണ്. അങ്ങനെയൊക്കെ വേണം ഒരു വൈഷ്ണവൻ അല്ലെങ്കിൽ ഒരു കൃഷ്ണാബോധത്തിൽ ഉയർന്ന ഒരാൾ ചിന്തിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ വിലപിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാം ശോചിതി ഇതാണ് ആദ്യത്തെ യോഗ്യത. ഇനി വിലാപമില്ല, കൂടുതൽ മോഹമില്ല. സർവേഷു ഭൂതേഷു പണ്ഡിത സമദർശന. പിന്നെ സർവേഷു ഭൂതേഷു, എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെ കാണാനുള്ള നമുക്ക് കഴിയണം. കാര്യം എന്താണ്? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അഹം ബീജം പ്രലാപിത. എല്ലാം ഭഗവാന്റെ മക്കളാണ്. നമ്മൾ എല്ലാവരും തന്നെ ഭഗവാന്റെ മക്കളാണ്. ഇപ്പോൾ നമ്മുടെ പേര് അപ്പൂപ്പനും അമ്മൂമ്മയുണ്ടെന്ന് വെച്ചു അല്ലേ? നമ്മൾ അവരുടെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ വളർന്ന് അല്ലേ, ഒരു വലിയ ഒരു സാമ്രാജ്യം തന്നെ നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ടാവും. എന്നാൽ പോലും അവരുടെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇരിക്കും? നമ്മൾ മോദിജി അമ്മയെ കാണാൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ അല്ലേ? ഈ രാജ്യം ഭരിക്കുന്ന ഒരാളാണ് അല്ലേ? ഈ രാജ്യം മാത്രമല്ല, ഇപ്പം മിക്കവാറും എല്ലാ ലോകത്തിലുള്ള ആൾക്കാരും ഉറ്റി നോക്കുന്ന ഒരാളാണ് ആര്? മോദിജി അല്ലേ? അങ്ങനെ ഒരാൾ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പ് കണ്ടിട്ടുണ്ടോ അല്ലേ? ഒരു കൊച്ചുകുട്ടി അമ്മയെ കാണാൻ പോകുന്നത്. അപ്പോൾ അപ്പോൾ അത് ഈ ജന്മത്തിലെ അദ്ദേഹത്തിൻ്റെ അമ്മ നമുക്കുണ്ട് അല്ലേ, അച്ഛനും അമ്മയും. അപ്പോൾ ഇതിന് മുമ്പേ ഉള്ള ജന്മത്തിലുണ്ടായിരുന്നു, അതിന് മുമ്പേ ഉള്ള ജന്മത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ
നമ്മുടെ പരംപിതാവായിട്ട് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അല്ലേ? ആ കൃഷ്ണന്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്തെന്തെന്തെന്തെന്തെന്തെന്ത് പേരുകുട്ടിയായിരിക്കും അല്ലേ? എന്തുമാത്രം ഇത് കഴിഞ്ഞിട്ടുള്ള പേരുകുട്ടിയാണ്. അപ്പം നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ ഫ്രണ്ടിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ശരീരം കൊണ്ടൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടോ, പക്ഷേ ഭഗവാൻ അതൊന്നും കാണുന്നില്ല. ഭഗവാൻ നമ്മളെങ്ങനെ കാണുക? നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ഇത്ര കുട്ടിയായിട്ടാണ് കാണുന്നത്. അതാണ് ഭഗവാൻ നമ്മളുള്ളത് അല്ലേ? നമുക്ക് എന്തോ അവിടെ പോയി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ചീത്ത പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. വെറുതെ അവിടെ പോയി ചീത്ത പറയും. ഞാൻ കണ്ടിട്ടുണ്ട്, ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ അച്ഛനമ്മമാർ പറയും അല്ലേ, എനിക്കൊന്നും സാധിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടില്ല. ഉണ്ടാവും, ആ സ്നേഹം ഉണ്ടെങ്കിൽ, അത്രയും മാത്രമുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അല്ലേ. ഇപ്പോൾ ചിലർ ചോദിച്ചു, വേറെ എവിടെ പോയി പറയും? നമുക്ക് അവിടെ പോയി പറയാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും പറയാത്തുണ്ടെങ്കിൽ പിന്നെ വേറെ ആരോട് പറയാം അല്ലേ? നമ്മളെല്ലാം സമർപ്പിച്ചിരിക്കുന്ന അവിടെയാണ്, തീർച്ചയായിട്ടും പറയാം. അപ്പോൾ അതാണ് നമ്മളും ഭഗവാനുമായിട്ടുള്ളത്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗ്യേച്ച പണ്ഡിത സമദർശിന. ഒരാൾ ഈ ഘട്ടം കൈവരിക്കുമ്പോൾ അയാൾക്ക് ഭക്തി സേവനം ചെയ്യാൻ കഴിയും. മത് ഭക്തി ലഭതേ പരം. അപ്പോൾ ഭക്തരാകുക എന്നത് ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്, ഏറ്റവും ഉയർന്ന പൂർണ്ണതയാണ്. ഈ ഭൗതിക അസ്തിത്വത്തിനപ്പുറം അത് സാധ്യമാണ്. ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? മാഹി പാർത്ഥാവ്യാകൃത്യ യേശു പാപയോനിയ സ്ത്രീയോ ശൂദ്ര കഥാ വൈശ്യ തേപി യാന്തി പരാന്തരിം. എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് അല്ലെ, ഭഗവാന്റെ വീട്ടിലേക്ക്, ദൈവത്തിങ്കിലേക്ക് തിരികെ പോകാൻ യോഗ്യരാണ്. അതിനാൽ ഈ പ്രസ്ഥാനം, ഈ ഭഗവാൻ കൃഷ്ണന്റെ ദൗത്യം നിറവേറ്റുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നു അല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മാംഹി പാർത്ത വ്യാപൃത്യ അഭ്യൂസ പാപയോനിന അല്ലേ? എന്നാൽ കഷ്ടപ്പാട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ പാപയോനി ആയാലും ഉച്ചയോനിയിലായാലും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ കിം പുനർബ്രാഹ്മണ പുണ്യഭക്ത രാജസസ് തഥാ, പാപയോനികൾക്ക് പോലും ആശ്വാസം ലഭിക്കും. നല്ല കുടുംബത്തിൽ ജനിച്ചവരെ കുറിച്ച് എന്ത് പറയണം? അപ്പോൾ എത്രയൊക്കെ താഴ്ന്ന കുലത്തിൽ ജനിച്ചതാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഭഗവാൻ നമ്മൾ സമർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെട്ടു പോകാവുന്നതാണ് അല്ലേ? ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധീകരിക്കാനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. ഏത് സമയത്ത് നമ്മൾ എങ്ങനെ ശുദ്ധീകരിക്കാം എന്ന് വേണം ചിന്തിക്കാൻ അല്ലേ? കാരണം പല അല്ലെങ്കിൽ കോടാനുകോടി ജന്മങ്ങളായിട്ട് നമ്മൾ ഒരുപാട് ആർജിച്ചെടുത്തിട്ടുള്ള കുറേ പാവങ്ങൾ നമ്മൾ കൊണ്ടാണ് നടക്കുന്നത്, കർമ്മഫലങ്ങൾ അല്ലേ? അത് എങ്ങനെ കഴുകിക്കളയാമെന്ന് വേണം നമ്മൾ എപ്പോഴും ഓരോ നിമിഷവും ചിന്തിക്കണം. അതിന് എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അല്ലേ? ഒരുപാട് അവസരങ്ങൾ ഭഗവാനായിട്ട് നമുക്ക് തരുന്നുണ്ട്. അത് ഓരോ അവസരവും നമ്മൾ തട്ടിക്കളയാതെ അല്ലേ? ചിലരിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും വഴി അങ്ങനെ ഓടിപ്പോയി അല്ലേ, പിന്നെ കാണത്തില്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും പ്രജസേവ പ്രഭുവിനെ പോലെ ആയിരിക്കണം അല്ലേ? എപ്പോഴും നമ്മൾ ഹരകൃഷ്ണ പ്രഭുവിനെ പോലെ ആയിരിക്കണം. എന്തെങ്കിലും ഒരു സേവ കിട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് ചാടി വീഴണം. മറ്റുള്ളൊരു കാര്യം കുറവെന്നുള്ളതല്ല കേട്ടോ, ഞാൻ രണ്ടുപേരും പറഞ്ഞെന്നുള്ളൂ. അതായിരിക്കണം നമ്മുടെ ആ ഒരു മൂഡ്, എന്ത് സേവയും ചെയ്യാനുള്ള താല്പര്യം. ഹരകൃഷ്ണ ചോദിക്കാം. എല്ലാവർക്കും ഇവിടെ അടുത്താണെങ്കിലും മംഗളാരതി എല്ലാവർക്കും വരാൻ പറ്റും. പക്ഷെ അതിനുവേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു സൂം ഇതുണ്ടല്ലോ. അപ്പം അതും ഇതും ഒരേ എഫക്റ്റ് കിട്ടുമോ? സൂമിൽ മംഗളാരതി കണ്ടാലും. പ്രഭുവിന് ചോദ്യം കേട്ടായിരുന്നു. സൂമിൽ മംഗളാരതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മംഗളാരതി തൊഴുന്നതിന് സമമായിരിക്കുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ഈ പറഞ്ഞ ലിമിറ്റിനകത്തുള്ളവർക്ക് അത് ബാധകമല്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു ലിമിറ്റ് പറഞ്ഞില്ലേ, അതിനകത്തുള്ളവർക്ക് അത് ബാധകമല്ല. എസ്പെഷ്യലി KBR-ഉള്ളവർ അല്ലേ? കാര്യം നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്നവരാണ്, നമ്മളെല്ലാവരും സേവ ചെയ്യുന്നവരാണ്, പലതരത്തിലുള്ള സേവകളുണ്ട് അല്ലേ? അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരിക്കാം. അത് ഭഗവാൻ കാണുന്നുണ്ട്. നമ്മൾ അങ്ങനെ തയ്യാറെടുപ്പാണെങ്കിൽ പോലും നമ്മളിത് വെച്ച് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഭഗവാന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിലും നമ്മൾ സൂമിലൂടെ അത് കാണുന്നു. ആ സൂമിലൂടെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കണ്ടേ? അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് പല്ലെങ്കിലും തേക്കത്തില്ലേ? അത്രയും ശുദ്ധിയെങ്കിലും വരുത്തിയിട്ടല്ല നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ആ ഭഗവാനെ കാണണമെന്നുള്ളൊരു താല്പര്യം നമ്മുടെ മനസ്സിലില്ലേ? ആ താല്പര്യം ഭഗവാൻ ജനാർദ്ദൻ കാണുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വരുന്നതിന് തുല്യമാണ്. ഓക്കെ.
ഒത്തിരി ആൾക്കാർ നമ്മൾ തിരുവനന്തപുരത്തുള്ളല്ല വളരെ ദൂരെയുള്ള ആൾക്കാർ വരെ ഇസ്കോൺ ട്രിവാൻഡ്രത്തിൻ്റെ മംഗളാരതി കാണുന്നുണ്ട്, പതിവായിട്ട് കാണുന്നുണ്ട്, സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ തന്നെ അവരെല്ലാം റെഡിയാണ് ഭഗവാൻ കാണാനാണ്. ആ കഥനൊന്നും പൊക്കി ഭഗവാനൊന്നും കാണാനായിട്ട് ഇങ്ങനെ ഉത്സുകരായിട്ട് നോക്കിയിരിക്കുന്നത്, ഭഗവാൻ എന്ത് പ്രസാദം ഇരിക്കുന്നത്, എന്താ അവർണ്ണമാനാണ് ഇട്ടുകൊണ്ട് കിടന്ന് എന്നൊക്കെ കാണാനുള്ളൊരു താല്പര്യത്തോട് കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. നമ്മൾ അവിടെ വന്ന് തൊഴുന്നതിൻ്റെ തുല്യ എഫക്റ്റ് തന്നെ, ഒരു വ്യത്യാസമില്ല. കാരണം ഭഗവാന്റെ നമ്മൾ ആ ഭാവമാണ് കാണുന്നത്, അല്ലേ? നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനുണ്ട്, അല്ലേ? ഭഗവാൻ നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ അജയകുന്ത് പ്രഭു ഇതിനകത്ത് പേരൊക്കെ ഇട്ടതല്ലേ? അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മെയിലൊക്കെ അയച്ചിട്ട് മെസ്സേജൊക്കെ അയച്ച് ഇതിനകത്ത് ചേർത്തതല്ലേ? അതുകൊണ്ട് പ്രഭു നോക്കൂല എല്ലാ ദിവസവും നമ്മളുണ്ടോ? അങ്ങനെ അത് പേടിച്ചിട്ടാണെങ്കിൽ അതും ഭഗവാൻ അറിയാം. നീ അവിടെ ഇരുന്ന് കണ്ടാൽ മതി എന്ന് പറയും, അല്ലേ? മെഴ്സിയൊക്കെ നീ വേറെ ആരെങ്കിലും എടുത്ത് ഞാൻ തരത്തില്ലത്. പക്ഷേ ആ ഭാവത്തോടു കൂടി അതാണ് നമ്മൾ മംഗളാരതി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും വെരി വെരി പവർഫുൾ. എന്തെങ്കിലും മറ്റെന്തെങ്കിലും അപ്പോൾ അതുകൊണ്ട് എല്ലാ പേരും കഴിയുന്നിടത്തോളം രാവിലെ മംഗളാരതി തൊഴാൻ ശ്രമിക്കാം. നമ്മുടെ ജയസാക്ഷി പ്രഭു ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, അല്ലേ? കാര്യം അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ഉപയോഗം എന്താണ്. അദ്ദേഹം എല്ലാ ദിവസവും ഈ പിക്ചറൊക്കെ കാണുന്നുണ്ട്, എത്ര പേര് അവിടെ വന്നിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടിയെങ്കിലും ഭഗവാന്റെ അടുത്ത് ആ മംഗളാരതിക്ക് തൊഴാൻ ശ്രമിക്കും. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും പ്രശ്നം? സമയം കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞു. യെസ്, വെരി ഗുഡ് പോയിന്റ്, അല്ലേ? നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും നമുക്കോട് പറയാനുണ്ടെങ്കിലും ആ സമയത്താണ് പറയുന്നത്. അത് കറക്റ്റ് വാസ്തവമാണ്, അല്ലേ? അപ്പോൾ ആർക്കെങ്കിലും ഭഗവാനോട് സംസാരിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് വരിക. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ഇതൊന്നും ഏൽക്കത്തില്ല. അതെ അതെ, യെസ്. ഹരേ കൃഷ്ണ. താങ്ക്സ് മാഡം. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് നിർത്താൻ പോകും. എന്തെങ്കിലും അനൗൺസ്മെന്റ്സ്?